കോഴിക്കോട് ഫറോക്ക് സ്വദേശിനിയായ 26-കാരി അതുല്യയുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. അതുല്യയുടെ ഉറ്റ സുഹൃത്തായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിനിക്കെതിരെയാണ് കുടുംബം ഗുരുതര ആരോപണങ്ങളുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. സുഹൃത്തിന്റെ ചതിയും സാമ്പത്തികമായ ചൂഷണവുമാണ് അതുല്യയെ മരണത്തിലേക്ക് തള്ളിയിട്ടതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ബിടെക് പഠനത്തിനു ശേഷം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അതുല്യയും സുഹൃത്തും പരിചയപ്പെടുന്നത്. ഈ സൗഹൃദത്തിന്റെ മറവിൽ ഇവർ അതുല്യയുടെ പക്കൽ നിന്നും വലിയൊരു തുക കടമായി വാങ്ങുകയും സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. എന്നാൽ പണം തിരികെ ചോദിക്കുമ്പോഴെല്ലാം ഇവർ ഒഴിഞ്ഞു മാറുകയും അതുല്യയെ മാനസികമായി തളർത്തുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് തന്റെ സങ്കടം വിവരിച്ചുകൊണ്ട് അതുല്യ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയും സുഹൃത്തിന്റെ പെരുമാറ്റവും തന്നെ വല്ലാതെ തളർത്തുന്നുവെന്ന സന്ദേശത്തിൽ വ്യക്തമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അതുല്യയെ തന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ പ്രതീക്ഷകളോടെ കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച യുവതി പെട്ടെന്ന് ജീവനൊടുക്കിയത് കുടുംബത്തിന് താങ്ങാനായില്ല. സുഹൃത്തിൽ നിന്ന് പണവും സ്വർണവും തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അതുല്യ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഈ അവസ്ഥ മുതലെടുത്ത് ഇവർ വീണ്ടും ഉപദ്രവിച്ചതായും അതുല്യയുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ കൈവശപ്പെടുത്തിയതായും ബന്ധുക്കൾ സംശയിക്കുന്നു. അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഫറോക്കിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മകളുടെ മരണത്തിന് ഉത്തരവാദിയായ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേസ് ഒത്തുതീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും അവർ ആരോപിക്കുന്നു. ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതുല്യയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും. സൗഹൃദങ്ങൾക്കിടയിലെ സാമ്പത്തിക ഇടപാടുകൾ എത്രത്തോളം അപകടകരമാകാമെന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. അതുല്യയുടെ ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം.